എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. നിങ്ങളുടെ വീടിൻ്റെ പ്രവേശന ദിശ, സമ്പത്ത്, ആരോഗ്യം, കുടുംബ ബന്ധങ്ങൾ എന്നിവയെ ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ചില പ്രവേശനദ്വാർ നല്ല ചൈതന്യം കൊണ്ടുവരുമ്പോൾ ചിലത് സാമ്പത്തിക നഷ്ടവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. നിങ്ങളുടെ വീടിൻ്റെ പ്രവേശദ്വാർ ഭാഗ്യദായകമാണ്. ഈ വീഡിയോയിൽ വീടിന് ഏറ്റവും നല്ല പ്രവേശന ദിശകളും ദോഷകരമായ ദിശകളും വാസ്തുപരിഹാരങ്ങളും നിങ്ങൾക്ക് വിശദമായി വിശദീകരിക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഒരു വീടിൻ്റെ എൻട്രൻസ് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു വീടിൻ്റെ ഒരു പ്ലാനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊരു പ്ലോട്ടിൽ, ഇങ്ങനെയൊരു സൈറ്റിൽ, അപ്പോൾ എല്ലാ വീടുകൾക്കും ഒരു സൈറ്റ് പ്ലാൻ കാണുമല്ലോ. അപ്പോൾ ആ പ്ലാന് നമ്മൾ എടുത്തിട്ട് ഇത് ഈസ്റ്റാണ്, ഇത് സൗത്താണ്, ഇത് നോർത്താണ്, ഇത് വെസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ 4 ഡയറക്ഷൻസ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഓരോ ഡയറക്ഷനും എങ്ങനെ എത്ര എൻട്രി ഉണ്ടെന്നും ഓരോ സോണിലും എത്ര എൻട്രി ഉണ്ടെന്നും നമുക്ക് നോക്കാം, ഓരോ ഡയറക്ഷനും. അപ്പോൾ ഇത് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിനെ ഇപ്പോൾ 90 ഡിഗ്രി ആണല്ലോ. ഓക്കെ, ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പോൾ 90 × 4 ആണ് 360 വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 90 ഡിഗ്രിയെ നമുക്ക് എത്രയായിട്ട് എങ്ങനെ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു 90 ഡിഗ്രിയിൽ ഒരു ഡയറക്ഷനിൽ നിങ്ങൾക്ക് വരുന്നത് 8 എൻട്രീസാണ്. അപ്പോൾ ഇത് ഈസ്റ്റ് ആയപ്പോഴത്തേക്കും ഇതിന് 1 2 3 4 5 6 7 8. അപ്പോൾ ഇങ്ങനെ 8 നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ E1 E2 E3 E4 E5 E6 E7 E8. അപ്പോൾ ഇങ്ങനെയാണ് ഈസ്റ്റിലെ എൻട്രൻസ് വരുന്നത്. അതുപോലെ തന്നെ സൗത്തിലും 8 നിങ്ങൾക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സൗത്തിൻ്റെ S1 S2 S3 S4 S5 അങ്ങനെ S8 വരെ. അതുപോലെ തന്നെ സെയിം വേയിൽ നോർത്തിനെ നമുക്ക് 8 ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ 8 എൻട്രീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ N1 തൊട്ട് N8 വരെ. അതുപോലെ തന്നെ വെസ്റ്റിലും സെയിം വേ. അപ്പോൾ വെസ്റ്റിലും 8 ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ W1 to W8. അപ്പോൾ ഇങ്ങനത്തെ 32 എന്നാൽ 32 എൻട്രീസാണ് ഒരു വീടിന് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഈ 32 എൻട്രീസിലും അപ്പോൾ ഏറ്റവും ശുഭകരമായ എൻട്രീസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഈസ്റ്റിൽ വരുന്നത് E3യും E4ും മാത്രമാണ്. അപ്പോൾ E3യിലെ E4ലെ മാത്രമാണ് ഈസ്റ്റിലുള്ള ഒരു നല്ല ഗുഡ് എൻട്രീസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ എൻട്രീസും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ട്രീറ്റ് ചെയ്തേ പറ്റൂ, അതിനെ റെമഡി ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ സൗത്തിലും S3 S4 ഈ 2 എൻട്രീസാണ് ഇവിടെയും നല്ലതുള്ളത്. അപ്പോൾ ഇവിടെ S3 S4, ഇവിടെ ഈസ്റ്റിൽ E3 E4. അതുപോലെ തന്നെ നോർത്തിന് വരുമ്പോഴത്തേക്കും നോർത്തിൽ N3 N4, പിന്നെ ഒരു N8 ഉണ്ട്. N8 നല്ലതാണ്. പക്ഷേ N8 വരുമ്പോൾ E1ൻ്റെ അടുത്ത് വരുന്നുണ്ട്, നമ്മൾ ഇത് മാത്രം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ N3 N4. അപ്പം വെസ്റ്റിൽ വരുമ്പോഴത്തേക്കും W3 W4. ഇതാണ് എല്ലാ ഡയറക്ഷനും ഉള്ളത്. 3 4 ആ എൻട്രീസാണ് ഗുണകരമായിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഏത് എൻട്രി വന്നാലും നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്തേ പറ്റൂ, അതിനുള്ള റെമഡി ചെയ്തേ പറ്റൂ. റെമഡി നമുക്ക് സിമ്പിളായിട്ട് റെമഡി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീടിൻ്റെ എൻട്രൻസ് കാണുന്നതിന് വേണ്ടി ആദ്യമേ അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് നോക്കണം. അതിൻ്റെ ഡിഗ്രി എത്രയാണ്, അതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഡിഗ്രി എത്രയാണെന്നും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം.
പഠിക്കാമെന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഒരു വീടിനോ ഒരു സൈറ്റിനോ എന്തിനാണേലും, ഒരു കടയാണേലും ഫാക്ടറി ആണേലും എന്ത് കൊമേഴ്ഷ്യലാണെങ്കിലും റെസിഡൻഷ്യലാണെങ്കിലും എല്ലാത്തിനും 32 ടോട്ടൽ 32 എൻട്രീസാണ് ഉള്ളത്. അപ്പോൾ ആ 32 എൻട്രീസിലും അപ്പോൾ ഇങ്ങനെ ഓരോ ഡയറക്ഷനിലും 2 ഗുഡ് എൻട്രീസാണ് ഉള്ളത്. അപ്പോൾ ഈ എൻട്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും വീട് വയ്ക്കുമ്പോഴത്തേക്കും ഈ നല്ല എൻട്രി നോക്കി വീട് വയ്ക്കുക. അപ്പോൾ അതിന് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന്, എങ്ങനെയാണ് എൻട്രീസ് കാണുന്നതെന്നും വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എൻട്രീസ് ആദ്യം ഒരു വീടിന് 32 എൻട്രീസാണ് ഉള്ളത്. 32 എൻട്രീസിൽ 8 എൻട്രീസാണ് നമുക്ക് ഗുണം തരുന്നത്. അപ്പോൾ ബാക്കിയുള്ള എൻട്രീസ് എല്ലാം നമുക്ക് ട്രീറ്റ് ചെയ്തേ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ പുതിയ ചാനലാണ്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കൊരു പുതിയ സബ്ജക്റ്റുമായിട്ട് വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക.